ഈ 2025 അനസ്തേഷ്യ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമെങ്കിൽ പോലും അനസ്തേഷ്യ എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് അതിന്റെ പൂർണ്ണമായിട്ടുള്ള രൂപം ഇന്നും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല കേട്ടോ. ഈ ഒരു കാരണം കൂടെയാണ് സർജറികളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പല പേഷ്യൻസും എണീക്കുന്നത്. അതായത് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അത്രയിൽ കീറി മുറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പല പേഷ്യൻസും എണീക്കുന്നത് അനസ്തേഷ്യ നൽകി കഴിഞ്ഞാൽ പോലും അത്രയിൽ എണീക്കാറുണ്ട്. അതായത് ഒരു 1000 സർജറികൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 1-2 പേഷ്യൻസ് ഏറ്റവും ചുരുങ്ങിയത് ഇത്തരത്തിൽ എണീക്കാറുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതായത് അനസ്തേഷ്യ അവയർനെസ് എന്നാണ് ഒരു കണ്ടീഷനെ വിളിച്ചു വരുന്നത്. അനസ്തേഷ്യ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നത് എന്നതിന്റെ രൂപം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസോർഡർ ഒരിക്കലും നമുക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതേപോലെ ഇതിനൊരിക്കലും തന്നെ ഒരു മരുന്നും ഇല്ല. എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അനസ്തേഷ്യ നൽകുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു പാരലിറ്റിക് ഡ്രഗ് നൽകാറുണ്ട്. അത് നൽകി കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ്ലി പാരലൈസ് ആവും. അത് നമുക്ക് അനങ്ങാൻ സാധിക്കില്ല. അത്ര നമ്മൾ കംപ്ലീറ്റ്ലി പാരലൈസ് ആവും. അതിനുശേഷം അനസ്തേഷ്യ നൽകും. നമ്മൾ കംപ്ലീറ്റ്ലി മയക്കും. നമുക്ക് വേദനയും കാര്യങ്ങളൊക്കെ അറിയാതെക്കാൻ വേണ്ടി. എന്നാൽ ഇത്തരത്തിലുള്ള പേഷ്യൻസിന് ഒരിക്കലും അനസ്തേഷ്യ നൽകിയിട്ട് കാര്യമില്ല. അവർക്ക് വേദന കംപ്ലീറ്റ്ലി അറിയാനായിട്ട് സാധിക്കും. എന്നാണെങ്കിൽ അത്തരത്തിൽ സർജറികളൊക്കെ ചെയ്യുന്ന സമയത്തിൽ ഓരോ കീറുന്ന സമയത്ത് അത്തരത്തിൽ കത്തിവെച്ച് കീറുന്ന സമയത്ത് ആ വേദന എല്ലാം തന്നെ അവർക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും, അറിയാനായിട്ട് സാധിക്കും. എന്നാൽ അവർക്ക് പ്രതികരിക്കാൻ സാധിക്കില്ല. അവർക്കൊന്ന് കണ്ണ് പോലും തുറക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഒന്ന് ഒച്ച പോലും ഉണ്ടാക്കാൻ സാധിക്കില്ല, ഒന്ന് അനങ്ങാൻ സാധിക്കില്ല. എന്നാൽ അവർക്ക് വേദന എല്ലാം തന്നെ അറിയാനായിട്ട് സാധിക്കും. ഇതിന് കാരണം മനസ്സിലായല്ലോ. അവരുടെ ശരീരം കംപ്ലീറ്റ്ലി പാരലൈസ് ആയി മാറിയ ഒരു പാരലിറ്റിക് ഡ്രഗ് കംപ്ലീറ്റ്ലി വർക്കാവും. എന്നാൽ അനസ്തേഷ്യയാണ് അവർ ഫെയിൽ ആവുന്നത്.